നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ലിസിക്ക് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത്. സിനിമകളുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു പ്രിയദർശനുമായി പ്രണയത്തിലായത്. വൈകാതെ ആ ബന്ധം വിവാഹത്തിൽ എത്തുകയായിരുന്നു. സിദ്ധാർത്ഥനും കല്യാണിക്കും ഒപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരുന്നതിനിടയിലാണ് ഇവർ വേർപിരിഞ്ഞത്. അതിനിടയിലാണ് ഇവരുടെ വേർപിരിയൽ വാർത്തയും പുറത്തു വന്നത്. സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിവാഹമോചനം കൂടിയായിരുന്നു ഇവരുടേത്. സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് ലിസി പ്രിയദർശൻ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത്. ഒരുമിച്ച് സിനിമ ചെയ്യവേ പ്രണയത്തിലായ ഇരുവർക്കും സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു. 1990-ലായിരുന്നു താരവിവാഹം. കല്യാണി, സിദ്ധാർത്ഥ് എന്നീ മക്കളും ദമ്പതികൾക്ക് ജനിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും പിരിഞ്ഞു. 2016-ലായിരുന്നു വേർപിരിയൽ. 26 വർഷത്തെ വിവാഹ ജീവിതം അവസാനിച്ചത് പ്രിയദർശനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് സംവിധായകൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. സുകുമാരി ചേച്ചി, ഹനീഫ എന്നിവരോടെ തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രിയദർശന്റെ കൈപിടിച്ചു വരുന്ന ലിസിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. സിബി മലയിലിന്റെ മകൻ ജോർജ് സിബിയുടെ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചത്. വേദിയിലെത്തിയ ഇരുവരെയും സിബി മലയിൽ ചേർത്ത് നിർത്തി സന്തോഷ പ്രകടനം നടത്തുന്നതും കാണാമായിരുന്നു. നവദമ്പതികൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷം പ്രിയന്റെ കൈപിടിച്ചാണ് ലിസി വേദി വിട്ടിറങ്ങിയത്. ഇരുവരും ഒരു വണ്ടിയിലായിരുന്നു ചടങ്ങിനെത്തിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൊതു ചടങ്ങിന് ഇരുവരും ഒന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഇത് സന്തോഷ കാഴ്ചയായി മാറി. ഇരുവരും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനോടകം വൈറലാണ്. നിരവധി പ്രേക്ഷകരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത്. വിവാഹമോചന ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതിമാർക്കിടയിൽ പ്രിയനും ലിസിയും മാതൃകയാണെന്ന് ചിലർ കുറിച്ചു. വീണ്ടും ഒരുമിച്ചുകൂടെ എന്നാണ് മറ്റു ചിലർ ചോദിച്ചത്. വേർപിരിഞ്ഞു, പക്ഷേ ശത്രുതയില്ല, രണ്ടുപേരോടും ബഹുമാനം തോന്നുന്നു. അതേസമയം മറ്റു ചിലർ ചോദിച്ചത് ഇരുവരും വീണ്ടും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയോ എന്നാണ്. അവസാനമായി ലിസിയും പ്രിയദർശനും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടത് 2023-ൽ മകൻ സിദ്ധാർത്ഥിന്റെ വിവാഹ ചടങ്ങ് നടന്ന സമയത്തായിരുന്നു. ചെന്നൈയിലെ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും അടുത്ത ബന്ധുക്കളും മാത്രമാണെന്ന് പങ്കെടുത്തത്. 1990-ലായിരുന്നു ലിസി പ്രിയൻ വിവാഹം. പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു ലിസി. സിനിമാ തിരക്കുകൾക്കിടയിൽ ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദം പ്രണയമാകുകയായിരുന്നു. 2015-ലാണ് പിരിയാൻ തീരുമാനിച്ച വിവരം ഇരുവരും പ്രഖ്യാപിച്ചത്. അത് അടുത്ത സുഹൃത്തുക്കളെ പോലും ഞെട്ടിച്ചു. എന്തുകൊണ്ട് പിരിയുന്നു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പിരിയുന്നതിലെ വേദനയും ഇരുവരും പങ്കുവച്ചിരുന്നു. ആത്മസുഹൃത്തുക്കളായ സുരേഷ് കുമാറും മോഹൻലാലും അടക്കം പലരും പലതവണ ഇടപെട്ടിട്ടും ഇവരുടെ തീരുമാനം മാറ്റാനായിരുന്നില്ല. സംയുക്ത ഹർജി 2016-ൽ കോടതി തീർപ്പാക്കി നിയമപ്രകാരം വിവാഹമോചനം അനുവദിച്ചു. വേർപിരിഞ്ഞെങ്കിലും പല ചടങ്ങുകളിലും ഇരുവരെയും നല്ല സുഹൃത്തുക്കളായി കാണാറുണ്ടായിരുന്നു. പിരിഞ്ഞു ജീവിക്കുന്നെങ്കിലും മകൻ സിദ്ധാർത്ഥിന്റെയും മകൾ കല്യാണിയുടെയും ഏത് കാര്യത്തിനും ഇരുവരും ഒന്നിക്കാറുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയും അവരുടെ ഏത് കാര്യത്തിനും ഒന്നിച്ചുണ്ടാകുമെന്ന് വ്യക്തമാക്കിയുമായിരുന്നു ഇവർ പിരിഞ്ഞത്. ലിസിയും പ്രിയനും കുട്ടികളും ഒരുമിച്ചൊരു വേദിയിൽ എത്തിയത് മലയാളി പ്രേക്ഷകർക്കും മറക്കാനാകാത്ത കാഴ്ചയായി. ചന്തു എന്ന അടുപ്പമുള്ളവർ വിളിക്കുന്ന സിദ്ധാർത്ഥ് അമേരിക്കയിൽ ഗ്രാഫിക്സ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം പ്രിയൻ സംവിധാനം ചെയ്ത മരക്കാറിൽ VFX സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു. ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. മരക്കാറിൽ കല്യാണി പ്രിയദർശനും അഭിനയിച്ചിരുന്നു. വേർപിരിഞ്ഞുവെങ്കിലും ലിസിയും പ്രിയദർശനും തമ്മിൽ ശത്രുതയിൽ അല്ല എന്നും അവർക്കിടയിൽ സൗഹൃദവും ബോണ്ടും നിലനിൽക്കുന്നുണ്ടെന്നും മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞിരുന്നു. അന്ന് പ്രിയദർശനും ലാലിന്റെ വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇരുവരും പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായത് പുതിയ വീഡിയോ കണ്ട ശേഷമാണ്. വിവാഹശേഷമാണ് ലിസി അഭിനയം ഉപേക്ഷിച്ചത്. ഭാര്യയെക്കുറിച്ച് മുൻപ് എല്ലാ വേദികളിലും പ്രിയദർശൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു. എന്റെ വിജയത്തിന്റെ വലിയൊരു പങ്ക് എന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവധിയോ സമയമോ കാലമോ ഇല്ല. പല സംവിധായകരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ലിസിയാണ്. എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് അവൾ. ചട്ടിയും കലവും ആയതുകൊണ്ട് ഇടയ്ക്കിടെ തട്ടിയും മുട്ടിയും ഇരിക്കാറുണ്ട്. ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് ഞാൻ 5 മാർക്കാണ് നൽകുന്നത് എന്നുമാണ് മുൻപ് പ്രിയദർശൻ പറഞ്ഞത്.
പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുമല ഉരുകിയെന്നും ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലും പരസ്പര ബഹുമാനത്തോടെയുമാണ് ജീവിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു. രണ്ടുപേരും മറ്റ് വിവാഹം കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കുമെന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു. പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെ മഞ്ഞുമല ഉരുകി ഇപ്പോൾ അവർ നല്ല സൗഹൃദത്തിലാണ്. സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നത്. ബന്ധം വേർപിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് രണ്ടുപേരും ചേർന്നായിരുന്നു. പ്രിയനെ കാണാറുണ്ടോ എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു. ഈ അടുത്ത് സുരേഷ് ബാലാജിയുമായി വീട്ടിൽ വന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്ന്. അവർ രണ്ടുപേരും മറ്റ് വിവാഹമൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവർ വീണ്ടും ഒന്നിക്കുന്ന സുന്ദര സുരഭില നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാം എന്നായിരുന്നു ആലപ്പി അഷ്റഫ് അന്ന് പറഞ്ഞിരുന്നത്. ലിസിയുടെ ആവശ്യപ്രകാരമാണ് വേർപിരിയൽ നടന്നത്. പ്രിയദർശനെ സംബന്ധിച്ച് ഇത് ഏറെ വിഷമിപ്പിച്ച തീരുമാനമായിരുന്നു. വിവാഹശേഷം അഭിനയരംഗം വിട്ട് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയതായിരുന്നു ലിസി. എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമായതെന്ന് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങൾ വന്നു. എന്നാൽ ഗോസിപ്പുകൾ ലിസി തള്ളിക്കളയുകയാണുണ്ടായത്. എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് മക്കളായ സിദ്ധാർത്ഥനും കല്യാണിക്കും അറിയാമെന്നാണ് ലിസി ഒരിക്കൽ പറഞ്ഞത്. പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ലിസി മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു. ലിസി തന്റെ കൗമാരകാലത്തെ കാണുന്ന ആളാണ് പ്രിയദർശൻ. 1984 പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുത് അമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ 16 വയസ്സുകാരിയാണ് ലിസി. പിന്നീട് തുടരെ പ്രിയദർശൻ സിനിമകളിൽ ലിസി നായികയായി. ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തി. 6 വർഷത്തിനുള്ളിൽ 22 പ്രിയദർശൻ സിനിമകളിൽ ലിസി അഭിനയിച്ചു. ആദ്യം പ്രണയം പറഞ്ഞത് പ്രിയദർശനാണ്. 1990 ഡിസംബർ മാസമായിരുന്നു വിവാഹം. ലിസിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇവരുടെ സമ്മതത്തോടെയല്ല വിവാഹം നടന്നത്. വിവാഹമോചനത്തെക്കുറിച്ച് പ്രിയദർശൻ അന്ന് പറഞ്ഞത്, എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് അറിയില്ല. എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ഞാൻ ഏറെ ആലോചിച്ചു. പക്ഷേ അതിനുള്ള ഉത്തരം കിട്ടിയില്ല. പിരിഞ്ഞത് വിധി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞങ്ങളുടെ കുടുംബജീവിതം സ്വർഗമായിരുന്നു. അതൊരിക്കലും തകരരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. വിവാഹശേഷം ലിസി അഭിനയിക്കുന്നതിന് ഒരിക്കലും ഞാൻ എതിരായിരുന്നില്ല. തെറ്റിദ്ധാരണകളും ഈഗോയും ദാമ്പത്യത്തിൽ ഉണ്ടാകരുത്. ലിസി ജീവനാംശമായി 80 കോടി ആവശ്യപ്പെട്ടു എന്ന ആരുടെയോ ഭാവനയാണെന്നും പ്രിയദർശൻ അന്ന് പറഞ്ഞു. എന്നാൽ ഡിവോഴ്സിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശനോടൊപ്പം ജീവിതം തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ലിസി സംസാരിച്ചിരുന്നു. അന്ന് ലക്ഷ്മി എന്ന പേര് സ്വീകരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും താളവട്ടം താരം വിശദീകരിച്ചു. എന്നാൽ പ്രശസ്ത സംവിധായകനോ അദ്ദേഹത്തിന്റെ കുടുംബമോ വിവാഹശേഷം തന്നെ മതം മാറാൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് നടി വെളിപ്പെടുത്തിയിരുന്നത്. പ്രിയദർശനുമായുള്ള വിവാഹം നടന്നപ്പോൾ പുതിയൊരു ഹിന്ദു പേര് ഇടണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയാണെന്ന് ലിസി ഓർത്തെടുത്തു. തന്റെ അമ്മായിയമ്മ എന്നും തന്നെ ആ പേരാണ് വിളിക്കാറുള്ളതെന്നും താരം പറഞ്ഞു. എന്നാൽ മതം മാറണമെന്നുള്ളത് തന്റെ മാത്രം തീരുമാനമായിരുന്നു. അതെടുത്തത് മകൻ സിദ്ധാർത്ഥ പ്രിയദർശന് വേണ്ടിയാണ് എന്ന് കൂടി ലിസി കൂട്ടിച്ചേർത്തു. പള്ളിയിൽ പോകുന്നതിനോടൊന്നും പ്രിയേട്ടന്റെ അമ്മയ്ക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരു ഹിന്ദു പേര് സ്വീകരിച്ചു വേണമെന്ന് പറഞ്ഞു അവർ വെളിപ്പെടുത്തി. ആദ്യമൊക്കെ അമ്മയ്ക്ക് എന്നെ ഭയമായിരുന്നു. അതായത് ഞാൻ അവരുടെ മകനെ മാറ്റിയെടുക്കുമോ എന്ന്. എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു വികാരമാണല്ലോ അത്. അവരൊക്കെ ഹിന്ദു രീതികളിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഞാൻ പ്രിയേട്ടനെ ഒരു ക്രിസ്ത്യാനിയാക്കുമോ എന്ന് അങ്ങനെയാണല്ലോ സാധാരണയായിട്ട് നടക്കാറുള്ളത്. അങ്ങനെ ഒരു ഭയം അമ്മയ്ക്കുണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, അമ്പലത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ലക്ഷ്മി എന്നൊരു പേര് സ്വീകരിച്ചാൽ കൊള്ളാം എന്നാണ് ലിസി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നത്. പ്രിയേട്ടന്റെ അമ്മ എന്നെ ലക്ഷ്മി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അച്ഛൻ ആദ്യമൊക്കെ അങ്ങനെയാണ് ബന്ധുക്കളും വിളിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള എല്ലാവരും ലിസി എന്ന് വിളിക്കുന്നത് കേട്ട് അച്ഛനും പ്രിയേട്ടന്റെ സഹോദരിയും ഒക്കെ അങ്ങനെയായി. അവർ പറഞ്ഞു, എന്നാൽ താനൊരു ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചില അമ്പലങ്ങളിൽ കയറാൻ സാധിച്ചിരുന്നില്ല എന്നാണ് ലിസി പറഞ്ഞത്. കടുത്ത ദൈവവിശ്വാസിയായ താൻ അമ്പലങ്ങളിലും പള്ളികളിലും ദർഗകളിലും പോകുന്ന ആളാണെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായപ്പോൾ മകൻ ജനിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് മതം മാറുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടാണ് അറിഞ്ഞത് ശരിക്കും ആര്യ സമാജത്തിൽ പോയി മതം മാറിയാലേ അവിടെ പ്രവേശനമുള്ളൂ എന്ന്. ഞാൻ പ്രാർത്ഥിച്ചതാണ് എനിക്ക് പോയേ പറ്റുള്ളൂ എന്നൊരു വാശിയായിരുന്നു. അങ്ങനെ പ്രിയേട്ടനോ അമ്മയോ നിർബന്ധിച്ചു ചെയ്യിച്ചതല്ല. അവിടെ പോകാൻ ആ ചടങ്ങ് നടത്തണമായിരുന്നു. അത് ഞാൻ ചെയ്തു. അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഹിന്ദു ആണെന്നും ലിസി പറഞ്ഞു. ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നിരുന്നു എന്നും അന്ന് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് അകത്ത് കയറിയതെന്നും ലിസി പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.